ഹലോ. അപ്പോൾ മൈ ലൈഫ് പാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ഫോണിൽ പഴയ വീഡിയോസ് ഫോട്ടോസൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ണിൽ പെട്ടതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ മക്കൾ, അതായത് എൻ്റെ മോളും എൻ്റെ അനിയത്തിയുടെ മോളും കൂടെ കുറച്ച് സമയം അവർക്ക് എൻ്റെ ഫോൺ കയ്യിൽ കിട്ടിയ സമയം കൊണ്ട് ചെയ്ത് ഒപ്പിച്ചൊരു പരിപാടിയാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുട്ടി വ്ളോഗേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ലാസ്റ്റിൽ ഞാനൊന്നും പറയുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ അവനിത. ഞാൻ ജവാന. അപ്പം ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ കുറേ ചെടികളുണ്ട്. അപ്പം നമ്മൾ കാണിക്കാൻ പോവാം. ജവാനയുടെ അനിയൻ കുറേ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് വരുന്നു. നമ്മൾ ഇതേത് ചെടിയാണാവോ, എനിക്കൊന്നും അറിയില്ല പേര്. എനിക്കറിയില്ല കേട്ടോ ഗൈസ്. നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതെന്താ, ഇത് ചെടിയുണ്ട്. ഇത് നല്ല ബുഷായിട്ട് ബ്ലാക്ക്ബെറി എന്നാ പറയുന്നത്. ഇത് നല്ല ഫേവറേറ്റ് അല്ല, ഹഗ് ട്രീ എന്നാണ് ഞങ്ങൾ പറയുന്നത്. മഴ പെയ്ത് വെച്ചായിരിക്കും. അവർക്ക് ഈ ചെടി നല്ല ബട്ടർഫ്ലൈ പോലെ ഉണ്ട്. ഇത് വാട്ടർ സ്പ്രിംഗ്ലറാണ്. ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ടൊന്നും ചെയ്യാറില്ല. കുറേ പൂക്കളുണ്ട്. ഈ പൂവ് എൻ്റെ ഫേവറേറ്റ് ആണ്. നല്ല കളറാകുന്നുണ്ട്. ചെറിയൊരു അതിൻ്റെ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മറ്റേതിൻ്റെയും ട്രഡീഷണൽ പോലത്തെ ഇതിനകത്ത് തേനുണ്ടാവും. ഒരു മധുര ലിക്വിഡാണ് ഇത്. പിന്നെ ചെറിയ ചെറിയ ചെടികൾ, ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉള്ളത് നല്ല ഭംഗിയുള്ളതാണ്. അത് രണ്ടെണ്ണം ഉണ്ട്. ഇത് കുറച്ചുകൂടെ കിങ്ങിണി പൂ. ഇത് മറ്റേത് പോലെയാണ്. ഇത് ഇതൊരു വൈറ്റ് ചെടിയാണ്, നല്ല ഭംഗിയുണ്ടത്. റോസ് പോലെ ഉണ്ട്. അതെന്താണാവോ, ഇത് റോസാപ്പൂവാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇത്തിരി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വന്നാൽ ഓടിയിട്ട് മടുത്ത് വന്നേക്കാം. ബൈ.